ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിൽ സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായൊരു ഓട്ടടയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഓട്ടട ഉണ്ടാക്കിയെടുക്കാറുള്ളത് അരി അരച്ചിട്ടൊക്കെയാണല്ലോ. ഇത് നമുക്ക് അരി അരക്കേണ്ട ആവശ്യം, അരിപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ഈസ്റ്റോ മുട്ടയോ തൈരോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തരിയുള്ള റവയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എനിക്ക് സാധാരണ റവ ഇട്ട് കൊടുക്കുക. ഇനി 1.5 കപ്പ് മൈദയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരേ അളവ് തന്നെ നിങ്ങൾ എടുക്കുക. 1 കപ്പാണെങ്കിലും 2 കപ്പാണെങ്കിലും ഒക്കെ. ഗ്ലാസ് അളവാണെങ്കിലും അങ്ങനെ തന്നെ സെയിം അളവ് തന്നെ എടുക്കുക. ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മൈദ, റവ, അതുപോലെ ബേക്കിംഗ് പൗഡർ, സോഡ, ഉപ്പ് ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് സോഡ ചേർക്കാതിരിക്കരുത്. സോഡ ഒരു 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ വരെ നിങ്ങൾ എന്തായാലും ചേർത്തിട്ടുണ്ടാവണം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2.5 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പാൽ ഒഴിച്ചാലും മതി കേട്ടോ. പാലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടണില്ല കേട്ടോ. തേങ്ങാപ്പാലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇനി നമുക്ക് ഒരു 1/2 കപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. 1/2 കപ്പ് ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ്. ഞാൻ പാല് എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2.5 കപ്പ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് 1.5 കപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാപ്പാലുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഈ തേങ്ങ ചിരകിയതിടണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ അങ്ങനെ കടിക്കണമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നാലും നമുക്കൊരു സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടുന്നുള്ളൂ കേട്ടോ. നമ്മൾ എത്ര മിക്സ് ചെയ്തെടുത്താലും ആ ഒരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്സിയിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് 1 മിനിറ്റുകൾ മാത്രം അടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതേ ബൗളിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു മാവ് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. നല്ല നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ നമ്മുടെ അപ്പം. ഒരു 10 മിനിറ്റ് ഒന്ന് അടിച്ച് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ, ഓയിലോ നെയ്യോ ഏതെങ്കിലും ഒന്ന് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ഒഴിക്കുന്ന സമയത്ത് വീഡിയോ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ മറക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഇനി നമുക്കിത് ഒരു പാനോ ഒരു തവ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് സാധാരണ നമ്മൾ അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഓരോ കോരിയത്ത് ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കിയിട്ടൊക്കെ ചെയ്യുക. ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ആരെടുത്ത് വരുന്ന സമയത്ത് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഓട്ടട പത്തിരി ചട്ടിയിൽ മൺചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് പാനോ അത് ഒരു തവയോ ഒക്കെ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം വെച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ തീ നിങ്ങൾ മാവ് ഒഴിക്കുന്ന സമയത്ത് കൂട്ടി വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അപ്പം അടി കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആരെടുത്തിട്ടുള്ള നല്ല ഓട്ടട ഉണ്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കോരി ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ പാനിലായാലും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ മൺചട്ടീൻ്റെ ഒന്നും ആവശ്യമില്ല ഓട്ടടക്ക്. പ്രത്യേകിച്ച് നമ്മൾ ചട്ടിയിലൊക്കെയാണ് ചുട്ടെടുക്കാറുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ അതുപോലെ നെയ്യോ 1 ടേബിൾ സ്പൂൺ നിങ്ങൾ ചേർക്കണം കേട്ടോ. ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡായിട്ടില്ല. അപ്പോൾ നിങ്ങളത് മറക്കരുത് കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതിൽ നമ്മൾ മുട്ട, ഈസ്റ്റോ
തൈരോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ അരി അരച്ചിട്ടുള്ള ഓട്ടട ഇഷ്ടപ്പെടാത്തവർ ഈ ഓട്ടട എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. അപ്പോൾ ഇത് നല്ല ഇറച്ചിക്കറിയുടെ കൂടെ അതുപോലെ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. അതുപോലെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ് അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ അതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ മാവ് വയ്ക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആരെടുത്ത് വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ചാൽ മതി, എന്നിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ അതൊന്നും നിങ്ങൾ മറക്കരുത്. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കണം, മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. മുഴുവനൊന്നും ചുട്ടെടുക്കുന്ന കാണിച്ചിട്ടില്ല കേട്ടോ, ഒരുപാട് സമയമാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഓട്ടടയാണ്. എന്നിട്ട് നിങ്ങളുടെ ആ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.